അപ്പോൾ അതാ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പഴം പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. ഇന്ന് പത്തിരി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇന്നലെ മിഞ്ഞാൻ്റെ ഞാൻ കാക്കാക്ക് പത്തിരി ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ എന്താണ് ചായക്കടിയുണ്ട് ചോദിച്ചപ്പോൾ പത്തിരിയോ എന്താച്ചാ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. കാക്കാക്ക് പത്തിരി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, അത് കാരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കലില്ല. എന്തോ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇഷ്ടമായിക്കണമെന്ന് തോന്നുന്നു. കുറേ ആയിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ കഴിക്കണ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. പത്തിരി, നൂൽപുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാക്കാക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് പിന്നെ പത്തിരി ചുടുന്നത് ഇഷ്ടമാണ് കേട്ടോ. കാര്യം കുറച്ച് മതിയല്ലേ, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. ഇനി കുറേ ആണെങ്കിലും പത്തിരി ഞാൻ ഒറ്റയ്ക്ക് കുറേ ചുടും കേട്ടോ. അങ്ങനെ പടിഞ്ഞതാണ് ചുട്ടിട്ട്. കാരണം എൻ്റെ ആങ്ങളക്ക് നോമ്പ് 30 ദിവസം പത്തിരി ഇട്ട് കൊടുത്താലും ഓനക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പത്തിരി. പിന്നെ രാവിലെ പെലച്ചക്കും നീച്ചുമ്പോൾ പത്തിരി തന്നെ ഉണ്ടോ കഴിക്കുക, ചോറൊന്നുമില്ല. അപ്പോൾ അതാ നല്ല മുരിങ്ങ തേങ്ങ അരച്ച കറിയും പിന്നെ പയറുപ്പേരി അച്ചാറും ഉണ്ടോ ഉള്ളത്. പിന്നെ 4 മണിക്ക് കാക്ക മാത്രം ചായ കുടിക്കുക കേട്ടോ. ഞാനപ്പോൾ കുടിച്ചിരുന്നില്ല, എനിക്കെന്തോ അപ്പോൾ വേണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ കാക്ക പുറത്ത് പോയതിന് ശേഷം പിന്നെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകുക കേട്ടോ, കാക്കാനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണിക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളൊരു 7:30 ആയപ്പോഴത്തേനാണ് 7:30 കഴിഞ്ഞുകൊണ്ടോ പെരയിൽ തന്നെ പോകുമ്പോഴത്തേന് മദർ കെയർ ഹോസ്പിറ്റലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ചാനലൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ആളുകൾ പറയലുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് സന്തോഷമാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ. നമ്മൾ വീട്ടിലിരുന്ന് നമുക്കൊരു വരുമാനം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് കേട്ടോ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ചില ആളുകളൊക്കെ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയോന്നൊക്കെ. പൈസ കിട്ടണമെങ്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അതിനൊന്നും നമ്മളായിട്ടില്ല. ഇനി ഒരുപാട് സമയമുണ്ട്. എനിക്ക് KSRTCയിൽ അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. KSRTCയിൽ യാത്ര ചെയ്യാൻ എന്തായാലും ആനമൂലിൽ വന്നതിന് ശേഷം ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടോ. എൻ്റെ പേരൻ്റെ അവിടെ കൊടക്കാട്, അവിടെ ഒന്നും KSRTC നിർത്തൂല. ഒന്നല്ലെങ്കിൽ ആര്യമ്പാവ് അല്ലെങ്കിൽ നാട്ടിൽ അവിടെ നിർത്തുള്ളൂ. അപ്പോൾ TT നിർത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈടായിട്ട് TT അല്ല കേട്ടോ, ഫാസ്റ്റ് പാസഞ്ചറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. രാത്രി ആയതിനെ കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഈ ഡോക്ടറെ അടുത്തുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പൊതുവേ തിരക്ക് കുറവായിരുന്നു. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് കൊടുക്കുന്നുണ്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും